ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളിന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ക്രാഫ്റ്റ് വീഡിയോ സാധനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ എന്ത് ക്രാഫ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന്. ഒരു ഉഡായിപ്പ് എന്ന് തന്നെ പറയണം. ഒരു ഉഡായിപ്പ് ഡ്രീം ക്യാച്ചർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. ഉഡായിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വൂളൻ ത്രെഡൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ ത്രെഡല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ റിങ്ങും അത് ഒറിജിനൽ അല്ല, നമ്മുടെ വളയാട്ടോ. അത് 2 വള എടുത്തിട്ടുണ്ട്, കാരണം തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും 2 വള, പ്ലെയിൻ ആയിട്ടുള്ള വളയാണോ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിങ്ങനെ മറ്റേ സിക്സാഗായിട്ട് ഡിസൈനൊക്കെ ഉള്ളൊരു വളയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് എന്ത് വളയാണ്? പ്ലെയിൻ വള നിങ്ങൾ എടുക്കാം. പ്ലെയിൻ വള എടുത്തിട്ട് നമ്മുടെ ഇപ്പം എൻ്റെ കയ്യിൽ വൂളിൻ്റെ ത്രെഡ് ഉണ്ടായുള്ളൂ, ഞാൻ അതുകൊണ്ടാട്ടോ ചെയ്തത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി കട്ടിക്കും കിട്ടും. നോർമൽ ത്രെഡ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ത്രെഡും കിട്ടും കേട്ടോ ഷോപ്പിൽ നിന്ന്. അതൊന്നും മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ചാണ് ചെയ്തത്. ഇത് ഞാൻ രണ്ടാമത് ട്രൈ ചെയ്യണതാട്ടോ. ഒറിജിനൽ ഫെദേഴ്സ് വെച്ചിട്ട് ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് കളറൊക്കെ ചെയ്തിട്ട്. അല്ലാണ്ട് ഇതുപോലെ തന്നെ ഈ ത്രെഡും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ത്രെഡ് വെച്ച് ചെയ്യുന്നത് രണ്ടാമത്തെയാണേ. അങ്ങനത്തെ ത്രെഡ് നമ്മൾ എന്ത് ചെയ്യണം, ആ റിങ്, ആ വളയമ മൊത്തത്തിൽ നമ്മൾ ചുറ്റിയെടുക്കുക. അത് ഞാൻ ഫാസ്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടൈം ഇത് ചെയ്യും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് വന്ന് കഴിയുമ്പോൾ ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സേഫായിട്ടൊരു കെട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ തുമ്പത്തുള്ള വള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് നീളനെ ഉണ്ടായാൽ മാത്രമാണ് ഇത് നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ കളറാട്ടോ, ഓറഞ്ച് കളറാണേ. ഇത് നമുക്ക് പല പല ഡിസൈൻസ് ഉണ്ട്. ഇപ്പോൾ ഇതേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർ ആട്ടോ. അതിൻ്റെ ഉള്ളിൽ സ്റ്റാർ ചെയ്യേണ്ടതും എക്സാക്റ്റ് ഇങ്ങനെ തന്നെയല്ല. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ എന്ന രീതിയിലാട്ടോ ഇത് ചൂസ് ചെയ്തതും. അപ്പോൾ സ്റ്റാറിൻ്റെ ഒരുവിധം ഷേപ്പ് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങോട്ട് സ്റ്റാർ എന്താ പറയുക, ചുറ്റിയെടുക്കുക. പോകത്തൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ചുറ്റി അങ്ങ് കൈ പിടിച്ചാൽ മതി. നമ്മുടെ കൈ വിട്ടു പോവുക, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇത് ഇട്ടിട്ട് പോയാൽ പോവും. അല്ലാത്ത പക്ഷം ഇത് നല്ല സേഫായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചുറ്റുമ്പോൾ നോക്കുക ഏത് സൈഡാണ് വള്ളി കുറവുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണേ. അങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലിരിക്കുന്ന ബട്ടർഫ്ലൈസിനെ കണ്ടോ, ഇത് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ പേപ്പറും കൊണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ മഷ്റൂമൊക്കെ ഉണ്ടാക്കിയത്, അങ്ങനെ മാസ്കും കൊണ്ട് ഫ്ലവർ, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ നമ്മളത് ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർ പരിപാടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് കുഞ്ഞു ഉണ്ടകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഉണ്ടയുടെ പേരൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിന് ഉണ്ടാന്ന് വിളിക്കണത്. അപ്പോൾ ഇതും നമ്മളിങ്ങനെ തന്നെ ആ സ്റ്റാർ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു കെട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട്. ഒരുപാട് കെട്ടിട്ട് കൊടുത്ത് മെനക്കേടാക്കി എടുക്കരുത്, ഒരു ഭംഗിക്ക് നമ്മൾ കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന കത്രികയ്ക്ക് ഭയങ്കര മൂർച്ചയായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മീൻ വെട്ടണ കത്രികയൊക്കെ എടുത്തുകൊണ്ട് തന്നെ വന്ന്. അങ്ങനെ ഇനി നമ്മൾ ഉണ്ടേനെ ഉണ്ടാക്കി എടുക്കാൻ പോകാം കേട്ടോ. ഉണ്ട ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ വേണമെങ്കിൽ ചുറ്റി കൊടുക്കാം. ഇപ്പോൾ എളുപ്പത്തിന് നമുക്ക് കയ്യിൽ ചുറ്റണതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ 4 വിരലുകൾ എടുത്തിട്ടുണ്ട്. ആ 4 വിരലുകളിൽ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. നമ്മൾ മറ്റേ ബാഹുബലിയിൽ ഒരു വിരൽ ഇപ്പുറത്തോട്ട് അപ്പുറത്തെ വിരൽ ഇപ്പുറത്തോട്ട് എന്ന് പറയുന്ന പോലെ 4 വിരലുകൾ എടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരുവിധം തിക്കായെന്ന് നമുക്ക് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലും നന്നായിട്ട് തിക്കായിട്ട് എടുത്താൽ ബോളിന് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ എൻ്റെന് എന്താ പറയുക, തിക്നെസ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആ തിക്ക് അങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ചുറ്റിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു നടുക്ക്, അതിനൊത്ത നടുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഈ കെട്ടിടുമ്പോൾ നമുക്ക് എന്തായാലും അത് ഹാങ് ചെയ്യണമല്ലോ, റിങ്ങുമ്പോൾ നമ്മൾ ഹാങ് ചെയ്യണം. അപ്പോൾ ഒരു നീളനെ കുറച്ചുകൂടി വലിയൊരു ത്രെഡ് എടുക്കുകയാണെങ്കിൽ ഈ കെട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെയും കെട്ടേണ്ട വരില്ല കേട്ടോ. ഇതെനിക്ക് ആദ്യത്തെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. രണ്ടാമത്തെ തൊട്ട് ഞാൻ അങ്ങനെ ആട്ടോ ചെയ്തത്. ഇപ്പോൾ കണ്ടോ, പിന്നെയും ഒരു വള്ളിയും കൊണ്ട് എനിക്ക് കെട്ടേണ്ട വന്നു, ആ ഒരു കെട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനത് മുറിച്ച് കളഞ്ഞപ്പോൾ ആ വള്ളി ഞാൻ മുറിച്ച് കളഞ്ഞു. മൊത്തം മണ്ടത്തരായിരുന്നു കേട്ടോ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ആദ്യത്തെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കത്രികയുടെ മൂർച്ച ഉണ്ടോ, കുറേ കഷ്ടപ്പെട്ട് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കത്രികയും കൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഫോൾഡ് ചെയ്തിരുന്ന പോലെ മടങ്ങിയിരിക്കുന്ന ഭാഗ്യമുണ്ടല്ലോ, അത് മുഴുക്ക് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് അതിനെ ഫ്രീ ആക്കി വിടാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഫ്രീ ആക്കി വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു കട്ടയിൽ കഴിഞ്ഞാലും ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാണ്ട് കിടക്കാനുണ്ടോ എന്ന്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഈച്ച അതികളെ
എന്താ പറയുക പറന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കത്രിക മുറിച്ച് ഞാൻ വേറൊരു കത്രിക എടുക്കേണ്ട വന്നെന്ന്. അപ്പോൾ ഇതേ മീൻ വെട്ടണ കത്രികയും കൊണ്ടാട്ടോ അപ്പോൾ ഇത് ചെയ്യണത്. അങ്ങനെ മീൻ വെട്ടണ കത്രികയും കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ, നമ്മൾ ചുരുട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വലിയ ബോൾ പോലെ ആയിരുന്നുല്ലേ. ഇപ്പോൾ അതിൻ്റെ വലിപ്പം കുറഞ്ഞ് കുഞ്ഞൊരു ബോളിൻ്റെ അത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് വെട്ടിക്കളയേണ്ട വരില്ല കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണേ. മൊത്തത്തിൽ ഒന്നിങ്ങനെ ഒരുപാട് ഇത് ചെയ്യരുത്. അപ്പം എൻ്റെ നേരത്തെ ഇങ്ങനെ ഓരോന്ന് കയ്യിലേക്ക് പറഞ്ഞു പോകുന്ന പോലെ പറഞ്ഞു പോരും, അല്ലാത്ത വച്ചും ഇങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഇതേ നമ്മൾ മൊത്തത്തിൽ 6 എണ്ണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഓറഞ്ചും 3 വയലറ്റും. അങ്ങനെ അത് 6 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ലെങ്ത്തിനനുസരിച്ച് ഇത് നമ്മൾ ആദ്യം വെച്ച് നോക്കാതെ എങ്ങനെ വെക്കണമെന്ന്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കുകയാണ്. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുവിധം ഭംഗിയൊക്കെ തോന്നുന്നുണ്ടല്ലേ. നമ്മൾ ഉഡായിപ്പ് സാധനമാണ് ഉണ്ടാക്കണത്, അപ്പോൾ അതുകൊണ്ട് അത്ര ഭംഗി അല്ലെങ്കിൽ അത്രയ്ക്ക് പെർഫെക്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇത് എന്താ പറയുക, കൊമേഴ്ഷ്യൽ ഉണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലാണ് ഞാൻ കാണിക്കണത്. ഇപ്പോൾ ഇതിലേറെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് ടൈം ലാപ്സിൽ എടുത്തതാണ് കേട്ടോ. അതാണ് ഇത്ര ഫാസ്റ്റ് ഉണ്ട്. മാക്സിമം സ്ലോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നിട്ടും ഒരുപാട് ഫാസ്റ്റിലൊന്നും നമുക്ക് സ്ലോയിലൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മളത് ഇങ്ങനെ ഓരോന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഓരോ വള്ളികളായിട്ട് ഇങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ താഴത്തെ ഏറ്റവും നീളമുള്ള എൻഡാട്ടം നമ്മൾ ആദ്യം കെട്ടിക്കൊടുക്കണത്, പിന്നെ രണ്ടാമത്തെ കെട്ട, എന്നിട്ട് മൂന്നാമത്തെ കെട്ട. അപ്പോൾ 2 സൈഡും 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള കളറുകളും ഒപ്പം കെട്ടിപ്പോണേ. എന്നാലാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളത് ഒരുവിധം ആ പരിപാടി നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ സെൻറ്ററിലുള്ളതുണ്ടല്ലോ സ്റ്റാർ അല്ലാണ്ട് വേറെ പല ഡിസൈൻസ് നമുക്ക് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ കെട്ടൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പുറത്തോട്ട് തിരിച്ചിട്ട് ആ കെട്ടൊന്നും കാണില്ല കേട്ടോ. കെട്ടൊക്കെ നമ്മൾ ഉള്ളിലോട്ട് കെട്ടാണെങ്കിൽ കെട്ടൊട്ടും കാണത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഉഡായിപ്പ് ഡ്രീം ക്യാച്ചർ ഒരുവിധം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആണല്ലേ, ഒരുവിധം കാശൊന്നും മുടക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ആ വൂളൻ ത്രെഡും വളയുണ്ടെങ്കിൽ പിന്നെ വളയുടെ കാശ് മുടക്കണ്ടല്ലോ. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലേ. വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഉന്നമനം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.